Hi all, welcome back to Career Win Updates. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികളും അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി പോയിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ കാര്യങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ ഇനിയും അതായത് അഡ്മിഷന് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഒരുപാട് വിദ്യാർത്ഥികളും സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അതായത് ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റ് 5/7/2024 യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളും ഈ പറയുന്ന 5/7/2024 തേർഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ കമ്മ്യൂണിറ്റി കോട്ട അതായത് നേരത്തെ കൃത്യമായി പറഞ്ഞിരുന്നു, അതായത് ഓൺലൈൻ അപേക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ പെട്ടിട്ടുള്ള ഒരു കോളേജ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാനും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട കൊടുത്ത വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ട് ചെയ്യാനുള്ള ഡേറ്റ് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു. അത് പ്രകാരം കമ്മ്യൂണിറ്റി കോട്ട പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്ത എല്ലാ വിദ്യാർത്ഥികളുടെയും കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ നേരത്തെ അതായത് 29-ാം തീയതിക്കുള്ളിൽ അതായത് 28-ാം തീയതിക്കുള്ളിൽ കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ട് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uc.ac. എന്നുള്ള വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന അതേ രീതിയിൽ തന്നെ കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്പോർട്ട് അതായത് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ കോളേജ് ആ കോളേജുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഡ്മിഷൻ ഉറപ്പ് വരുത്തേണ്ടതാണ്. അതായത് 20/6/2024 മുതൽ 25/6/2024 വരെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം. അതിനുള്ളിൽ റിപ്പോർട്ട് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ പെടാത്ത അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ ഒന്നും കാണിക്കില്ല. സാധാരണ രീതിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് മാത്രമാണ് കാണിക്കുള്ളൂ. ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതേപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി നിർബന്ധമായിട്ടും മാൻഡേറ്ററി ഫീസും അടയ്ക്കേണ്ടതാണ്. അതായത് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അതായത് കമ്മ്യൂണിറ്റി കോട്ട വഴിയാണ് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ അവർ നിർബന്ധമായിട്ട് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. ഈ നേരത്തെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവർ പിന്നീട് പുതുതായിട്ട് മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ മാത്രമാണ് മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടത്. അതായത് പുതുതായിട്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാതെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ഒന്നാമതായിട്ട് മാൻഡേറ്ററി ഫീ നിങ്ങൾ അടയ്ക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അതായത് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ച കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതുവരെ നിങ്ങൾക്ക് അഡ്മിഷന് അനുവാദം ചോദിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, കമ്മ്യൂണിറ്റി കോട്ടയിൽ പുതുതായിട്ട് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാതെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മാൻഡേറ്ററി ഫീ നിങ്ങൾ അടക്കണം. അതേപോലെ കോളേജുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് നിങ്ങൾ കോളേജിൽ പോയിട്ട് ഏത് സമയത്താണ് എത്തേണ്ടത്, അതേപോലെ ഏതാണ് ഡേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ കോളേജുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതുവരെ അഡ്മിഷൻ പ്രോസസ്സ് നീട്ടിത്തരാൻ വേണ്ടി നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കോളേജ് സമ്മതിക്കുകയാണെങ്കിൽ അത് കോളേജിൻ്റെയാണ് അതിന് പൂർണ്ണ ഉത്തരവാദിത്തം. കോളേജ് അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുവാനും അതേപോലെ നിങ്ങൾ പ്രതീക്ഷിച്ച കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാനും സാധിക്കുന്നതാണ്. ഇനിയല്ല നിങ്ങൾ സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങളിപ്പോൾ കോളേജ് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്നത്. ഇനി കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ അഡ്മിഷൻ ഏറ്റവും പിന്നിലാണെങ്കിൽ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ സാധ്യത നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് കോളേജിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും നിലവിൽ കമ്മ്യൂണിറ്റി കോട്ടയിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും 5/7/2024 തേർഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുക.
അതുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെൻറ്റ് നേരത്തെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.